അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും എനിക്ക് ഏജ് ക്ലാസ് D31 സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. ആണ് സ്റ്റിൽ. ഇത് മീൻസ് ഞാനും എൻ്റെ ഒരു കൂടെ വേറൊരു ബക്കറ ഹിഫ്ള് ഗ്രൂപ്പിലൊരു ടീച്ചർ ഷൈല എന്ന് പറഞ്ഞ ഇവിടെ ഗ്രൂപ്പിലുള്ള ഒരു എറണാകുളത്ത് നിന്നുള്ള ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിനെ കുറിച്ച് അറിഞ്ഞത്. തജ്വീദ് ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് നല്ല സിലബസ് ആണ്, അങ്ങനെല്ലാം കേട്ടിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. മീൻസ് എന്നെ കൊണ്ട് ഇത് കഴിയോ, മീൻസ് ഞാൻ ഒരു ഗ്രൂപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന ഗ്രൂപ്പ് നന്നായിട്ട് അത്യാവശ്യം നല്ല വർക്ക് എനിക്ക് അവിടെ വരാറുണ്ട്. പിന്നെ മൊത്തത്തിൽ എൻ്റെ ലൈഫിലൊരു ടഫസ്റ്റ് ടൈം, എനിക്കറിയില്ല ഇനി ഇതിലും ടഫസ്റ്റ് ടൈം വേറെ ഉണ്ടാവും നമുക്കറിയില്ല, പക്ഷെ എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന ഒരു സമയത്താണ്. അപ്പൊ എനിക്ക് ആ ഒരു മെന്റൽ ആഗണിയിലും എനിക്കിതിനൊക്കെ കഴിയോ കഴിയോ എന്നുള്ളൊരു പേടിയോടെ, പക്ഷെ ശൈല ടീച്ചർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ നിങ്ങളൊന്ന് കയറി നോക്കൂ, കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ആവാം, എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കയറിയത്. പക്ഷെ ഫ്രം ദി വെരി ബിഗിനിങ് ക്ലാസ്സസ് കേട്ട് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഭയങ്കര ഒരു ഒരു എനിക്ക് പറ്റൂല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മീൻസ് മറ്റേ മുമ്പത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയാ, നമ്മള് പഠിച്ചതൊന്നും ഒന്നും അല്ലാന്ന് മനസ്സിലായി. അതുപോലെ അഹ്കാമുകളൊക്കെ നന്നായിട്ട് അത്യാവശ്യം പഠിച്ച് അറിയായിരുന്നു, പക്ഷെ ഒന്നും അല്ല. മഹ്റജും സിഫാത്തും പിന്നെ അതൊക്കെ ഇങ്ങനെ പ്രാക്ടിക്കൽ ക്ലാസ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. മീൻസ് നമുക്ക് ആഹ് ഓരോ അക്ഷരങ്ങളും നമുക്ക് പ്രൊണൗൺസ് ചെയ്യാന് ഓരോ ഓരോ മെത്തേഡ് ആ ടീച്ചർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഷമീമ ടീച്ചറായിരുന്നു നമ്മളെ ടീച്ചർ. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് പിന്നെ എൻ്റെ മോളെ കല്യാണം, ഇത്രയും ഇതിന്റെ ഇടയിൽ എൻ്റെ മോളെ കല്യാണവും വന്നു അതിന്റെ ഇടയിൽ. പക്ഷെ ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ 2 സമയം എനിക്ക് കയറാൻ പറ്റില്ലായിരുന്നു, ഉച്ചക്കും രാത്രിയും. അപ്പോഴൊക്കെ എനിക്ക് വേണ്ടി മാത്രം ടീച്ചർ സുബൈക്ക് ഇങ്ങനെ ലിങ്ക് അയച്ചു തന്നിട്ടൊക്കെ എനിക്ക് മാത്രമൊക്കെ പ്രാക്ടിക്കൽ എടുത്തു. അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ശുക്ർ ചെയ്യാൻ, അള്ളാഹു പ്രതിഫലം നൽകട്ടെ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല അവർക്ക്. പിന്നെ ചിലപ്പോ നമ്മൾ ഇതെല്ലാം പഠിച്ച് ചെയ്യുന്നതിന്റെ ഒരു പ്രതിഫലം അവർക്ക് കിട്ടുകയുള്ളൂ അല്ലെ. അങ്ങനെയൊക്കെ ഇപ്പൊ സമാധാനിക്കും. പിന്നെ ഷാഹിന മൗലിമ ആയിരുന്നു, നൂറ മൗലിമയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് കൂടുതലായി പിന്നെ ഫസ്റ്റ് മൊഡ്യൂൾ ഓൺവേർഡ്സ് തന്നെ ഷാഹിന മൗലിമ ആയിരുന്നു. അപ്പൊ ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇപ്പൊ എനിക്ക് 10ലുള്ള സ്റ്റുഡൻസിനോട് പറയാൻ, നമ്മൾ ആ ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ നമുക്ക് റിവിഷനും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡായിരുന്നു. ഒരു ടീച്ചർ എങ്ങനെയാന്നുള്ളതിനൊക്കെ ഒരു മോഡൽ ആയിട്ടൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ അടുത്തും നിങ്ങളെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സൈക്കോളജി, ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സൈക്കോളജി കോഴ്സിന് ചേർന്നപ്പോഴും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലേഡീസിനെ പറഞ്ഞപ്പോ ഞാൻ ഷൈന മൊല്ലിമനെ, നൂറ മൊല്ലിമന്റെ ക്ലാസ് ഞാൻ കുറച്ചൊക്കെ എടുത്തു, പക്ഷെ ഞാൻ ഷൈന മൊല്ലിമനെ ആണ് പറഞ്ഞത്. മീൻസ് അത്രയും ഒരു ലവിങ് കെയറിങ് എന്തൊക്കെയോ പറയാൻ എനിക്ക് അറിയില്ല, അത്രയായിരുന്നു. അപ്പൊ അതുകൊണ്ട് 10ലെ ബാച്ചിലേഴ്സ് വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാന്, അവരിത് കേൾക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒറ്റൊരു കാര്യമുള്ളൂ, ഒന്നും പേടിക്കേണ്ട. യു ആർ ഇൻ ദി സേഫ് ഹാൻഡ്സ്. അള്ളാഹുവിന്റെ ഒരു സഹായവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ, ഭയങ്കര എഫേർട്ട് ഒന്നും പെടണം എന്നുണ്ടാവില്ല, പിന്നെ ഓരോരുത്തരുടെ ലെവലായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഒരുപാട് നോളജ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഖുർആനിനെ കുറിച്ചിട്ട്. പിന്നെ മീൻസ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിലബസ് ഒരു 3 മൊഡ്യൂളിനായിട്ട് ഒരുപാട് ഞാൻ അറിയാത്ത കാര്യങ്ങൾ, കൊടുത്തിട്ട് ചരിത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു വളരെ നല്ലൊരു സിലബസ്. ഞാനിപ്പോ ഒരുപാട് തജ്വീദിന്റെ ഗ്രൂപ്പുകളിൽ കയറിയിട്ടുണ്ട്, കയറും, പിന്നെ എനിക്ക് അത് അങ്ങോട്ട് ബോറിംഗ് ആയി തോന്നി ഞാനത് ലീവ് ആവും, പിന്നെ എന്റെ തിരക്കുകളും എന്റെ പ്രശ്നങ്ങളും. പക്ഷെ ഇവിടെ വന്നതോട് കൂടി എനിക്ക് തജ്വീദ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ എന്റെ ചുറ്റുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൽ തുടങ്ങി. അതിനൊക്കെ ഉള്ളൊരു മീൻസ് അങ്ങനെയല്ല, ഭയങ്കര നന്നായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ചെയ്യാൻ പറ്റി. എനിക്കറിയില്ല എങ്ങനെയാണ്, അള്ളാഹു പ്രതിഫലം തരട്ടെ. അള്ളാഹു ഈ ഒരു അക്കാഡമി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ഇനിയും ഒരുപാട് പേരുകളിലൂടെ ഇത് പടർന്ന് ഒരു ഖുറാനിന്റെ ഇത് വെളിച്ചം, പിന്നെ അതുപോലെ ഒരുപാട് കോഴ്സസ് ഞാൻ ഇപ്പോൾ ശരിയാ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആഡ് ആയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, പക്ഷെ വൺ അറ്റ് എ ടൈം ചെയ്യാന്നുള്ള നിലക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഞാനും. എന്തായാലും ഈ ഒരു അക്കാഡമിയിൽ മരണം വരെ പഠിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അതിന്റെ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ.
മീൻ 10th ബാച്ചിലെ സ്റ്റുഡൻസിനോട് പറയാൻ ഒറ്റൊരു കാര്യമുള്ളൂ. ഫസ്റ്റ് മുതലേ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ സിമ്പിൾ ആയിട്ട് ഖുറാൻ എങ്ങനെയാണ് വായിക്കാന്നുള്ളത് നമുക്ക്, സോറി, ഓതുക എന്നുള്ളത് നമുക്ക് കറക്റ്റ് കിട്ടും. അതിൽ യാതൊരു സംശയവും വെക്കണ്ട ആരും. എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ്, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ആ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ഇനി സജഷൻ എന്ന് പറയാനൊന്നും ഞങ്ങൾക്ക് അതിനൊന്നും നമ്മൾ വളർന്നിട്ടില്ലാന്ന് തോന്നുന്നു. സജഷൻ എന്ന് പറയാനൊന്നും ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുമ്പോഴേ നമുക്ക് സജഷൻ ഒക്കെ വരാം. അങ്ങനെയൊന്നും ഒരിക്കലും ഈ ഒരു ജേർണിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. ക്ലാസ്മേറ്റ്സ് ആയാലും ഒക്കെ ഇപ്പോഴും അവരായിട്ടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ അള്ളാഹുവിന്റെ ഒരു കാരുണ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്. ഞാൻ ഹന്ന, NQ74-ലെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ക്ലാസ് ടീച്ചർ ഷാജിദ മാലിമ. എനിക്ക് പറയാനുള്ളത്, നേരത്തെ സംസാരിച്ചു പോയ നമ്മുടെ സഹോദരിമാരുടെ ഏറെക്കുറെ അതേ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പം അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, NQ8-ൽ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായി പോവേണ്ടിയിരുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനിപ്പം. കാരണം ഒരുപാട് തജ്വീദ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചു, അതിനനുസരിച്ചിട്ട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ മഖ്റജുകൾ, അതുപോലെ നമ്മുടെ ഫസ്റ്റ് സംസാരിച്ച വ്യക്തി പറഞ്ഞ പോലെ തന്നെ മഖ്റജുകളും അതുപോലെ തന്നെ സിഫത്തുകളും ആ ഒരു ലോകത്തേക്ക് വന്നപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ ഒരു ഖുർആൻ പാരായണ ശാസ്ത്രത്തെ കുറിച്ചിട്ട് ഇത്രയേറെ പഠിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരൊക്കെ എങ്ങനെ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ നമുക്ക് ചെയ്തു വെച്ചത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ എന്താ പറയാ, അതൊക്കെ എല്ലാവരും ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വരണം. നമ്മള് മുന്നേ തന്നെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു തജ്വീദിന് പ്രാധാന്യം കൊടുക്കില്ല. വെറുതെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ എല്ലാവരും ഒരേ ട്യൂണിൽ ഇങ്ങനെ ഓതിപ്പോവും. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഖുർആൻ പഠനത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അതെല്ലാം ഖുർആൻ ഇറങ്ങിയപ്പോൾ തന്നെ ഉള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ NQ10-ലേക്ക് വരുന്ന സിസ്റ്റേഴ്സിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഖുർആൻ ഈ ഒരു പഠനത്തെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെടാണ്ട് ഇത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, പഠിയില്ല. നമുക്കൊരു ഒരു ലെറ്റർ കിട്ടുന്നില്ല, ഒരു ഹർഫ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. എത്രയോ തവണ നമ്മുടെ നൂറ മാലിമ ക്ലാസ്സുകളിൽ പറഞ്ഞു തരാറുണ്ടല്ലേ. അപ്പോ ആ ഒരു ലെറ്റർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടില്ല എന്നുള്ള ഒരു പേടി തോന്നുകയാണെങ്കിൽ, എനിക്ക് കഴിയില്ല, എന്തെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കഴിയില്ലേ, എനിക്ക് ഈ ലെറ്റർ കിട്ടില്ല എന്ന് തോന്നുമ്പോൾ അവിടെ നമ്മൾ ഡൗൺ ആയി പോവല്ല ചെയ്യേണ്ടത്. അവിടെ നമ്മൾ എനിക്കിത് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ തന്നെ നന്നായിട്ട് ദുആ ചെയ്യുക, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. എനിക്കൊരു ലെറ്റർ കിട്ടാഞ്ഞിട്ട്, ഞാൻ തജ്വീദ് ആദ്യം പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ലെറ്റർ കിട്ടാഞ്ഞിട്ട് ഞാൻ അള്ളഹാനോട് ദുആ ചെയ്തു. എനിക്കപ്പോ ഒരിക്കൽ നൂറ മാലിമയുടെ എന്താ അനുഭവം പറഞ്ഞപ്പോ എന്റെ അനുഭവമാണ് ഇപ്പൊ ഓർമ്മ. എനിക്കത് കിട്ടാൻ കുറച്ച് മാർക്ക് കുറഞ്ഞു, ഒരു 1/2 മാർക്ക് 1 മാർക്കിനോട് കുറഞ്ഞു. ഭയങ്കര സങ്കടമായി. ഞാൻ അള്ളഹാനോട് പരാതിപ്പെട്ടു, എനിക്ക് ആ ലെറ്റർ ഒന്ന് ക്ലിയർ ആക്കിത്താ റബ്ബേ എന്നത്. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ എന്നുള്ള ലെറ്റർ ആയിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായി. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ എനിക്കത് പടച്ചവനോട് ദുആ ചെയ്താൽ നമ്മളെ എല്ലാ ലെറ്ററും എല്ലാം നമ്മുടെ നാവിന്റെ ആ കെട്ട് തന്നെ അഴിഞ്ഞു പോകും. അപ്പൊ NQ10-ലേക്ക് വരുന്ന സിസ്റ്റേഴ്സ് ഒരിക്കലും പേടിയോടുകൂടെ ഈ ഒരു പഠനത്തെ സമീപിക്കരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ, നമ്മൾ ഡെയിലി വസ്ത്രം അലക്കി ഉടുക്കുന്നത് പോലെ, ഇതൊക്കെ ഈ നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് ഈ പഠിക്കേണ്ടത്. നമ്മുടെ ഇവിടെയും നാളെ പരലോകത്തേക്കും ഉപകാരപ്പെടുന്നതാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ പഠിക്കാൻ വരിക. ഇതിപ്പോ ഉണ്ടായ പാരായണ ശാസ്ത്രം അല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയപ്പോ തന്നെ ഉള്ളതാണ് എന്നുള്ള ആ നിയ്യത്തോടു കൂടെ അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഇഷ്ടത്തോടു കൂടെ ഇതിനെ സമീപിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളെയൊക്കെ നേരായ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ്. എന്റെ ക്ലാസ് D39 ആയിരുന്നു. ഞങ്ങളുടെ മുഅല്ലിമ മിനു മുംതാസ് മുഅല്ലിമയായിരുന്നു. എന്റെ കുടുംബത്തിൽ വെച്ച് ഒരുമാതിരിയൊക്കെ നന്നായിട്ട് ഓതുന്ന ആളായിരുന്നു ഞാന് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പൊ എന്റെ വിചാരം തജ്വീദൊന്നും പ്രത്യേകിച്ച് അധികം ഒന്നും പഠിക്കാനില്ല, നമ്മള് എന്തിനും കേറി നോക്കാന്നുള്ള ഒരു നിയത്തോടു കൂടിയൊക്കെ കേറിയത്. പക്ഷെ നൂറുൽ ഖുർആൻ അക്കാദമിയിൽ കേറിയതിന്റെ ശേഷമാണ് ഞാൻ ഏത് ലെവലിലാ ഓതുന്നത്, ഇനിയും ഇനി എത്ര ഇംപ്രൂവ്മെന്റ് വേണം, എന്തൊക്കെ ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് തന്നെ നൂറുൽ ഖുർആൻ അക്കാദമിയിൽ നിന്നാണ്. ഞാന് ഏത് ലെവലിലാണോ ഓതി ഇരുന്നത് അതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിലാണ് ഇപ്പൊ ഓതുന്നത്. അപ്പൊ ഇനിയും നന്നാക്കാനുണ്ട്. ഇത് ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും എന്റെ ഓതിൽ ഇനിയും നന്നാക്കാനുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. ഇനിയും ഇത് പഠിപ്പ് ഈ തജ്വീദ് പഠനം എന്നൊക്കെ പറഞ്ഞാൽ ഈ ലെവലോടെ നിൽക്കുന്നതല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഈ ക്ലാസ്സിൽ വെച്ചിട്ടാണ്. മാഷാ അല്ലാഹ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്റെ ജീവിതത്തില് അധികം എനിക്ക് കോളേജിൽ പോകാനൊന്നും ചാൻസ് കിട്ടിയില്ല. +2 കഴിഞ്ഞ് വിടുമ്പോ തന്നെ കെട്ടിച്ചു കൊടുത്തു. പക്ഷെ പിന്നെ സ്കൂളിൽ പോയി ക്ലാസ് മുറിയിൽ ഇരുന്ന് ഒരു പഠിക്കുന്ന അനുഭവം എനിക്ക് കിട്ടിയത് നൂറുൽ ഖുർആൻ അക്കാദമിയിൽ നിന്നാണ്. എങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് റെഡിയായി ഒരു ക്ലാസ് മുറിയിൽ പോയി ഇരുന്ന് പഠിക്കുവോ അതുപോലത്തെ ഒരു സാഹചര്യമൊക്കെ ഒരുക്കി തന്ന്, അതുപോലെ ആ ബോർഡിൽ എഴുതി തന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. മാഷാ അല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ മരണം വരെ ഓർമ്മ വെക്കാനുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. തജ്വീദിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി. ഞാനിവിടെ കുറച്ച് പേർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ എനിക്കൊരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ടീച്ചറായിട്ട്. മാഷാ അല്ലാഹ്, എനിക്ക് നല്ല ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ക്ലാസ്സസ് ആയിരുന്നു. പിന്നെ ഇനിയുള്ള സ്റ്റുഡൻസിന്, എനിക്ക് 10th സ്റ്റുഡൻസിന് എനിക്ക് പറയാനുള്ളത്, നല്ല ക്ലാസ് ആണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. നോട്ട്സ് എല്ലാവരും മറക്കാതെ എടുക്കണം. ഒരു ക്ലാസ്സിന്റെയും നോട്ട്സ് വിട്ടു പോകരുത്. ഷാഹിന മുഅല്ലിമ എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് എല്ലാം പറയുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. അതെല്ലാം ഉപയോഗപ്പെടുന്നതാണ്. ഈ 3 മൊഡ്യൂളും കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക നമ്മളുടെ നോട്ട്സ് ആണ്. അതാണ് നമ്മളുടെ മുതല്. അപ്പൊ അത് ആരും കളയരുത്. എല്ലാരും എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യണം. പറ്റുന്നിടത്തോളം ഒരു ക്ലാസ്സും മിസ്സാക്കാതെ നോക്കണം. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്താൽ വളരെ എളുപ്പമുള്ള ഒരു കോഴ്സാണ് തജ്വീദ് എന്ന് പറയുന്നത്. അതും ഞാനിപ്പോ അതല്ലാതെ വേറെ സ്ഥലത്തൊക്കെ തജ്വീദ് പഠിക്കാൻ പോയതിൽ ഇത്രയും ക്ലിയർ ആയിട്ടും ഇത്രയും ആഴമായിട്ടും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. നൂറുൽ ഖുർആനിൽ എനിക്കത് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം അർഹരായവർക്ക് നൽകട്ടെ. നൂറുൽ ഖുർആൻ അക്കാദമി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നൽകട്ടെ. ഇതുപോലെ എന്നെ പോലെ ഒരുപാട് ആൾക്കാർക്ക് പഠിക്കാനുള്ള അവസരം ഇതുമൂലം കിട്ടട്ടെ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഞങ്ങളുടെ മുഅല്ലിമ മിനു മുംതാസ് മുഅല്ലിമ നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു മുഅല്ലിമയായിരുന്നു. ഏത് സമയത്തും പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ വെക്കാനും ഞങ്ങളുടെ സൗകര്യമൊക്കെ നോക്കി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള നല്ല ടൈപ്പ് ആയിരുന്നു. അവരെ ആ ചിരിയും വാക്കുകളൊക്കെ ഇന്നും മനസ്സിൽ നിലനിൽപ്പുണ്ട്. അതൊക്കെ ഇനി മിസ്സാകുന്നുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം, ഇനി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ഇൻഷാ അല്ലാഹ്, ഇനിയും നൂറുൽ ഖുർആനിൽ ഞാൻ ഇനിയൊരു ശരിയ കോഴ്സിലും കൂടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അതിലൂടെ എന്റെ ബന്ധം നൂറുൽ ഖുർആനിൽ തുടരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സംബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും അള്ളാഹു നല്ല ആഫിയത്തും മഗ്ഫിറത്തും ഹിദായത്തും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും ഖുർആനിന്റെ പ്രകാശം നൽകട്ടെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖുലൂബിന വനൂറ സദരിന വജലാഅ ഹുസ്നിന വദഹാബ ഹമ്മിന വഗമിന. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ലേ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ട്. സംസാരിച്ചോ. ആദ്യമായിട്ട് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം ഈ നൂറുൽ ഖുർആൻ അക്കാദമിയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. പിന്നെ ഈ ഇതുപോലെ ഒരു അക്കാദമി തുടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകിയ നൂറ മേമിനും അതുപോലെ തന്നെ അതിന്റെ പിന്തുണ നൽകിയ എല്ലാവരും അള്ളാഹു ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെ സതുദ്ദേശങ്ങളും സഫലമാക്കട്ടെ. അമീൻ അമീൻ അർഹമർ റഹീമീൻ. പിന്നെ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ നൂറുൽ ഖുർആൻ അക്കാദമിയുടെ
പോസ്റ്റ് കണ്ടത് ഞാൻ എനിക്ക് വീട്ടില് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ ബ്രദർ ഇട്ടതായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എപ്പോഴും അൽഹംദുലില്ലാ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഒരു താല്പര്യമുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തജ്വീദ് കോഴ്സ് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നമ്മുടെ മറ്റു ഉഖ്തിമാരൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നന്നായി തജ്വീദ് അറിയാന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ കയറി അൽഹംദുലില്ലാ കയറി സന്തോഷമായി നോക്കുമ്പോഴാണ് എനിക്ക് എന്റെ കാര്യം പറയാം, ഇപ്പോഴും ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു കോഴ്സിന് ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് അള്ളാഹിനെ വീണ്ടും വീണ്ടും ഞാൻ സ്തുതിക്കുകയാണ്. പിന്നെ അപ്പൊ ഇപ്പൊ എനിക്ക് 9 ബാച്ച് തുടങ്ങി. ആ ബാച്ചിൽ ഞാൻ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഒക്കെ ആളുകളൊക്കെ ചേർന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എന്റെ സിസ്റ്ററും അതുപോലെ അവരുടെ മോളും പിന്നെ ഞാൻ ടീച്ചർ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചേർന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അതൊക്കെ ഞാൻ അത്രയും നമ്മളെ ഈ കോഴ്സിൽ നിന്ന് എന്താണോ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ തസ്കിയ ക്ലാസ്സുകളൊക്കെ ഒരുപാട് നമുക്ക് തരാറുണ്ട്. ഈ അക്കാദമി തരുന്ന ഈ ക്ലാസ്സുകളിൽ ഏകദേശം കുറെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊക്കെ കിട്ടുന്നത് ഒക്കെ കുറച്ചൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്. പിന്നെ നമ്മളെ മീറ്റുകളിലൊക്കെ ക്ലാസ് അവിടെയൊക്കെ ഇരുന്ന് എല്ലാവരോടുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ ഈ അക്കാദമിയെ കുറിച്ച് ഒരുപാട് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അത് എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഇനി ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്തതിൽ ഞങ്ങളും ചേരും ടീച്ചറെ എന്ന് അവരും പറയാറുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താണ്. ഇപ്പൊ ഞാൻ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലും വീണ്ടും നമ്മൾ 10th ബാച്ചിന്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഷൈന മല്ലിമ എന്ന് പറയുന്നത് ആള് ഞാൻ മല്ലിമാനെ കാണാൻ പോയിരുന്നു, ഷൈന മാമിനെ കാണാൻ പോയിരുന്നു. അള്ളാന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നൂറ മാമിനെ ഷൈന മാമിനെയൊക്കെ കാണുക എന്നുള്ളത്. അൽഹംദുലില്ലാ നൂറ മാമിനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഷൈന മാമിനെ കാണാൻ പറ്റി. ഇൻഷാ അല്ലാഹ് ഇനി നൂറ മാമിനെ ആയിഷ മാമിനെയൊക്കെ കാണാൻ ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അപ്പോ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒക്കെ നല്ലൊരു അനുഭവമായിരുന്നു. ഏറ്റവും ഞാൻ പറഞ്ഞു ഒരു അധ്യാപികയായിട്ടും കൂടെ ഞാൻ ഒരുപാട് പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഷൈന മൗലവി തന്നെയാണ്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഇപ്പൊ നമുക്ക് ഇപ്പൊ BEd-നൊക്കെ ഒരുപാട് നമുക്ക് പ്രാക്ടീസ് ഒക്കെ കിട്ടുന്നതാണെങ്കിലും ഒരു അധ്യാപികക്ക് വേണ്ട ഏറ്റവും നല്ല ഒരുപാട് ക്വാളിറ്റീസ് നമ്മളെ ഷൈന മൗലവിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ 10th ബാച്ചിലെ സ്റ്റുഡൻസ് ഒന്നും ഒരു പേടിക്കേണ്ട. നമുക്ക് ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷൈന മൗലവി എന്നല്ല നമ്മുടെ എല്ലാ അധ്യാപകരും. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തഫ്സീർ ക്ലാസ് ചേർന്നു. അവിടെയും തന്നെ എല്ലാവരും പ്രാക്ടിക്കൽ എടുക്കുന്ന ഷെമിന മാമായിരുന്നു എനിക്ക് വെയിറ്റില്. അവരും ഒക്കെ എല്ലാവരും എത്രമാത്രം ഒരു ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത്ര ഇതിലാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, അള്ളാഹു നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ ഏറ്റവും ഉന്നതമായ നിലയിൽ നമുക്ക് നമ്മുടെ ഖുർആനെ കൊണ്ടുപോകാനുള്ള തൗഫീക്ക് തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമി ഒരു ഓഫ്ലൈൻ സ്ഥാപനം തുടങ്ങാന്നൊക്കെ നൂറ മാം പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അതിനൊക്കെ നമ്മളെല്ലാവരും അതിനൊപ്പം കൂടണം എന്നുള്ള ഇത് ഞാൻ നൂറ മാം പറയാതെ തന്നെ ഞാൻ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ സ്ഥാപനമായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരാനും അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കാനും ഒക്കെ ഉള്ള തൗഫീക്കിനെ തരട്ടെ. എല്ലാവർക്കും ഈ അക്കാദമിയുടെ എല്ലാ വിജയത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് 8th 6th ക്ലാസ് ഇതിലായിരുന്നു, ഡിവിഷനിലായിരുന്നു. D6 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനും എൻ്റെ മകളും ഈ ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പൊ മകളാണ് സോഫി, അവളാണ് ഇതിന് കാരണം, ഇതിലേക്ക് വരാനുള്ള കാരണം. അവൾ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ ഇത് അക്കാഡമിയുടെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് കാണുകയും അതിൽ ജോയിൻ ചെയ്യും. വീണ്ടും ചില സാഹചര്യങ്ങളാണ് അതിൽ നിന്ന് ലെഫ്റ്റ് ആവും. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. അതിനും പുറമെ ഒരുമിച്ച് ജോയിൻ ചെയ്തത് മാത്രമല്ല, ഒരേ ടീച്ചറിന്റെ കീഴിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത്, ഒരേ ക്ലാസ്സിൽ. അത് ഞങ്ങളുടെ ടീച്ചർ ഷംല ആയിരുന്നു, കാസർഗോഡ് എന്നുള്ള ഷംല. എൻ്റെ മോളുടെ പ്രായം മാത്രമേ ഉള്ളൂ അവൾക്കും. ഇത്രയും ക്ഷമാശീലയോടുകൂടി ഇത്രയും എഫേർട്ട് എടുത്ത് പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അൽഹംദുലില്ലാ ഖുർആൻ ഇത്രയൊക്കെ ആയതെന്ന് വിചാരിക്കുന്നു. അത് ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഞാൻ 64 years ഓൾഡിലാണ് ഇതിൽ ചേർന്നത്. ആദ്യം എനിക്ക് വളരെ പരിഭ്രമം തോന്നിയിരുന്നു, നാണക്കേട് തോന്നിയിരുന്നു, ലജ്ജ തോന്നിയിരുന്നു. ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാം ചെറിയ കുട്ടികൾ, എല്ലാം 20 വയസ്സ് മുതൽ ഒരു 38 വയസ്സ് വരെ ഉള്ളവർക്കേ ഉള്ളൂ.
അപ്പൊ എന്റെ റബ്ബേ, ഞാൻ ഈ വയസ്സുകാലത്ത് ഈ പിള്ളേരുടെ കൂടെ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു ഭയം മനസ്സിൽ വല്ലാതെ തോന്നിയിട്ട് ഞാൻ പിന്മാറാൻ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു 1 മാസം കഴിഞ്ഞ് നോക്കാം, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വിട്ടു പോകും എന്ന് മോളടുത്ത് വാഗ്ദാനം കൊടുത്തിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 2 പ്രാക്ടിക്കൽ ക്ലാസ് വന്നപ്പോ തന്നെ ഷാഹിന മോൾ എന്നെ പിടിച്ചു ഫൈൻ എടുക്കാൻ വേണ്ടി. ഞാൻ കിടന്ന് കുസ്തി കൂടിയായിരുന്നു ക്ലാസ്സിൽ. ഷാഹിന വലിയ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. വീണ്ടും ഞാൻ അങ്ങ് കരിഞ്ഞു പോയി, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. അൽഹംദുലില്ല വളരെ പെട്ടെന്നാണ് ഞാൻ ഇതിലേക്ക് ഇത് വന്നത്, എഫർട്ട് എടുത്ത് ഏകദേശം എല്ലാ മഹ്റജുകളും കറക്റ്റാക്കി. ഇനിയും ഒരക്ഷരം മഹ്റജ് ഉണ്ട് എനിക്ക് എടുക്കാനായിട്ട്. അപ്പം ഞാൻ ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ഖുർആൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കാരണം എൻ്റെ 8 വയസ്സിൽ മദ്രസ പഠനം നിർത്തിയിട്ട് ഭൗതിക ജീവിതത്തിലും ഭൗതിക വിദ്യാഭ്യാസത്തിലും മുന്നേറിയുള്ളതാണ്. അപ്പൊ ചില ജീവിതത്തിന്റെയും ഉദ്യോഗത്തിന്റെയും തിരക്കിനിടയിലൊക്കെ ഞാൻ ഖുർആൻ മുറുകെ പിടിച്ചിരുന്നു, ഖുർആൻ വിശ്വസിച്ചിരുന്നു, ഖുർആൻ കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു പല വിഷമഘട്ടങ്ങളിലും വരുമ്പോൾ. അപ്പൊ അതെല്ലാം എനിക്കൊരു സക്സസ്ഫുൾ ആയിരുന്നു ജീവിതത്തില്. അപ്പം റിട്ടയർമെന്റിന് ശേഷം യൂട്യൂബ് വഴിയൊക്കെ കുറെ ഖുർആൻ തജ്വീദ്, അഹ്കാമുൽ തജ്വീദ്, നമ്മുടെ ആദ്യത്തെ മോള് പറഞ്ഞതൊക്കെ അഹ്കാമുൽ തജ്വീദ് കുറെയൊക്കെ ഞാനും മോള് യൂട്യൂബ് വഴി പഠിച്ചെടുത്തു. അപ്പോ ഇത് തന്നെയാണ് തജ്വീദ്. പിന്നെ മഹ്റജും സിഫാത്തും ഒന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റിയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിട്ട് കളഞ്ഞതാണ്. എന്റെ റബ്ബേ, ഇതിൽ വന്നപ്പോഴല്ലേ അറിയുന്നുള്ളൂ. പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അൽഫാത്ത് സബായൊക്കെ വരുന്ന സമയത്തൊക്കെ ഇത് എന്തിനാണ് ഇങ്ങനെ ഹനയുടെ മുകളിലൊക്കെ 0 കൊടുത്തേക്കുന്നത്, ഇത് എങ്ങനെ ഓതണം, ഇപ്പോഴല്ലേ അതിനെ കുറിച്ച് അറിയുന്നത്. റബ്ബേ, ഇതിൽ വന്നില്ലായിരുന്നു എങ്കിൽ എത്രമാത്രം തെറ്റായിട്ട് ഖുർആൻ ഓതേണ്ടി വരുമായിരുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആദ്യത്തെ എക്സാം കഴിഞ്ഞപ്പം തന്നെ മുന്നേറാൻ തുടങ്ങി. അപ്പൊ തിയറി നന്നായിട്ട് മെമ്മറിയിലേക്ക് വന്നു, എഴുതാൻ നല്ല സ്പീഡ് വന്നു. ഏറ്റവും കൂടുതൽ വന്നത് ഖുർആൻ പഠിച്ചപ്പോൾ മെമ്മറി 10ാം ക്ലാസ് വരെയുള്ള ആ ലൈഫിലേക്ക് അങ്ങ് പോയി. അതായത് ഒരു 15 വയസ്സിനകത്തുള്ള നമ്മുടെ മെമ്മറി ബ്രെയിൻ എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഖുർആനിൽ വന്നതിന് ശേഷം ബ്രെയിൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ള സത്യമായ അവസ്ഥയാണ് അറിയിക്കുന്നത്. ഇതില് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഈ അക്കാഡമിയുടെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയല്ല, എന്റെ അനുഭവം കൊണ്ട് പറയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പഠനത്തിൽ ചേരുമ്പോൾ ഒരു 2-3 തിരിപ്പ് തിരിക്കും. ഒന്ന് പ്രായത്തിന്റെ വ്യത്യാസം അനുസരിച്ചും കൊണ്ട് ഒരു 50 വയസ്സിന് മുകളിൽ അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി വിധിക്കും. അത് കഴിഞ്ഞവര് 20 വയസ്സ്, 20-നും 10-നും വയസ്സിനിടയിൽ ഇങ്ങനെ തിരിക്കും. പക്ഷെ 100 ഖുർആനിൽ അങ്ങനെയല്ല. അത് തന്നെയാണ് ഇതിന്റെ വിജയവും നമ്മുടെ പഠിത്തത്തിന്റെ വിജയവും. നമ്മുടെ അറിവിന്റെ ആഴം ഏറ്റവും കൂടുതൽ നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു കുട്ടികളോടൊപ്പം നമ്മൾ മത്സരിക്കുക ഇത്രയും വയസ്സായ പ്രായത്തിൽ സമയത്ത്. അൽഹംദുലില്ലാ, അത് മത്സരിക്കാൻ ഒരു നല്ലൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ 1 വർഷം വളരെ എൻജോയ്മെന്റ് ആയിരുന്നു. ഞാൻ വളരെ ആസ്വദിച്ചാണ് ഈ 1 വർഷം പഠിച്ചത്. അൽഹംദുലില്ലാ, എനിക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. പിന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. മിക്കവാറും തിയറിക്കൊക്കെ എനിക്ക് ഫുൾ മാർക്ക് തന്നെയായിരുന്നു. പ്രാക്ടിക്കലിന് അല്പമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിലും അൽഹംദുലില്ലാ എന്റെ മരണം വരെയും ഖുർആനിലെ ഒരു വിദ്യാർത്ഥിനിയായിട്ട്, അതായത് ഒരു കൊച്ചുകുട്ടി വിദ്യാർത്ഥിനി പഠിക്കുന്നത് പോലെ കണ്ടിന്യൂ ചെയ്യാനാണ് എന്റെ ആഗ്രഹവും തീരുമാനവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എന്നെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോ തന്നെ ഞാൻ എല്ലാവരോടും പറയും, കാരണം ഞാൻ ഈ 1 വർഷം പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല, ഇതിന്റെ പുറകിലായിരുന്നു. ഇതൊന്നും എനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാൻ ഇതില് നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ എന്റെ നമസ്കാരത്തിലും ഞാൻ ദുആ ചെയ്യുന്നു, ആരോഗ്യത്തിനും ആയുസ്സിനും. നിങ്ങൾ ഇത്രയും ഓരോ ചെറുപ്പക്കാരായ ഓരോ കൊച്ചു പെൺകുട്ടികളാണ് ഓരോരുത്തരും. എന്റെ കൊച്ചുമക്കളുടെ പ്രായമേ ഉള്ളൂ. നൂറ മാമും ഷാഹിന മോളും എന്റെ ടീച്ചറും ഒക്കെ എന്റെ കൊച്ചുമക്കളുടെ പ്രായമേ ഉള്ളൂ. അവരതുകൊണ്ട് ഞാൻ മോളേന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അതാണ് ഇഷ്ടം. ഇത്രയും ക്ഷമയോടുകൂടി തിയറിയും പ്രാക്ടിക്കലും ക്ലാസ് തരുന്ന ഇതിന്റെ അമരക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അർഹമായ ഫലം നൽകട്ടെ എന്ന് എപ്പോഴും ദുആ ചെയ്യുന്നു.
എപ്പോഴും ദുആ ചെയ്യുന്നു. ഞാൻ ഇനിയും ഈ അക്കാഡമിയിൽ തന്നെ ഒരു വിദ്യാർത്ഥിനിയായി കാണുമെന്നും ഞാൻ അതിൽ കാണണമെന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്റെ വാക്കുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്നാണ്. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട് മാഷാ അല്ലാ, പറഞ്ഞോളൂ. പിന്നെ എനിക്ക് ഖുർആനോട് ഭയങ്കര ഇഷ്ടമാണ്, ഓതണം. അതിന്റെ തജ്വീദ് ഇങ്ങനെ ഒന്നും ഉള്ളത് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചത് വിചാരിച്ചേക്കണ എന്താന്ന് വെച്ചാൽ ഖുർആൻ നമുക്ക് ഓതാൻ അറിയാന്ന് വെച്ചാൽ പണ്ടൊക്കെ മദ്രസയിൽ ഖുർആൻ മാത്രം, ഇപ്പൊ ക്ലാസ് ഒന്നുമില്ലല്ലോ, വെറും ഖുർആൻ ഇങ്ങനെ ഓദിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. പിന്നെ മരിച്ചോടത്തൊക്കെ ഓദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. ഞങ്ങളങ്ങനെ ഓതും. അങ്ങനെ ഓതി ഖുർആൻ നല്ലോണം ഓതുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് ഖുർആൻ ഓതാൻ അറിയാന്നാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഹിഫ്ദിന്റെ ക്ലാസ് നടക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഓതാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സൂറത്തുൻ നബാ ആയിരുന്നു ഫസ്റ്റ് ഓതാൻ പറഞ്ഞത്. പഠിച്ചിട്ട് വരാൻ പറഞ്ഞത്. പഠിച്ചിട്ട് പോയി. അവിടെ നിന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ആവും ഫസ്റ്റ് ആയിട്ട് ഓതാൻ കിട്ടുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് ഓതാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾ ഓതണത് എല്ലാം നന്നായിട്ട് മനപ്പാടാക്കിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ഓത്തില് തജ്വീദ് ഇല്ല. ഇത് 10-15 വർഷം മുമ്പ് നടന്ന കഥയാണ് കേട്ടോ പറയണത്. അന്ന് എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ തജ്വീദോ അങ്ങനെ പറഞ്ഞിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞു നടക്കുക. ഈ ഓരോ സ്ഥലത്തും ചോദിക്കും, തജ്വീദ് അറിയുന്നവരോട് ചോദിക്കും. അവര് ഈ ചിലവർക്ക് അറിയും. ഇവിടെ അധികം ഒന്നും അങ്ങനെ തജ്വീദ് അറിഞ്ഞില്ല ആർക്കും. പിന്നെ അത് തജ്വീദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് ചെല്ലുമ്പോൾ പഠിച്ചവര് പറയും ഈ നൂനു സാക്കിന മീമു സാക്കിന അത്ര തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ആ സഹോദരി പറഞ്ഞല്ലോ അഹ്കാമ്, അതാണ് അതില് ഈ മദ്ദിന്റെ നിയമം, മഹ്റജ്, സിഫാത്ത് ഇതൊന്നും ഇല്ല. ഇങ്ങനെ ഈ നൂനു സാക്കിൻ മീമു സാക്കിൻ ഇതന്നെയാണ് തജ്വീദ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ തെരയും, യൂട്യൂബിലൊക്കെ ഇങ്ങനെ തെരഞ്ഞു നോക്കും, ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ മാമിന്റെ ഈ ഒരു അക്കാഡമിയിലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ കാണാറുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ഇതിൽ എങ്ങനെയാണ് കയറാൻ പറ്റുമോ, ഇത് എങ്ങനെയാണ് കിട്ടുമോ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഹലാവത്തുൽ അറബിയയുടെ ഒരു ഇത് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിൽ വന്നതാണ് തജ്വീദിന്റെ ഒരു ലിങ്ക് വന്നപ്പോൾ ഞാൻ അതിൽ ചേർന്നു. ഞാൻ ഫസ്റ്റ് ചേർന്നപ്പോൾ എനിക്ക് കിട്ടിയ ക്ലാസ് 44 ഹനാൻ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു എന്റെ ക്ലാസ് ടീച്ചർ. പിന്നെ എനിക്ക് അവരുടെ ആ സമയം എനിക്ക് പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ സമയം മാറ്റി ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ ടീച്ചർ പറഞ്ഞ അൽമ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് 57 എന്നെ മാറ്റി. ഈ ക്ലാസ്സിനെ പറ്റി പറയാന്ന് പറഞ്ഞാണെങ്കിൽ കുറെ സ്ഥലത്ത് പോയി തജ്വീദിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അതാ നൂനു സാക്കിന്റെയും മീമു സാക്കിന്റെ ഇത് മാത്രം. പിന്നെ ഇവരുടെ പഠിച്ച ഷാഹിന മാമിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്താന്ന് പറയാ അത്രയും വലിയൊരു സന്തോഷം. എങ്ങനെ ഇപ്പൊ എനിക്കൊക്കെ 10-50 വയസ്സായി. ഞങ്ങൾക്കൊക്കെ എങ്ങനെ ഞങ്ങളൊക്കെ പ്രിയോറിറ്റി കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോലെ എത്രയോ പിള്ളേർ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് തജ്വീദ് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതൊക്കെ ഞങ്ങളെ മുൻനിർത്തി അവർ ഞങ്ങൾക്ക് ക്ലാസ് നന്നായി പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങളുടെ ടീച്ചർ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഖുർആൻ എടുക്കുമ്പോഴൊക്കെ അവരുടെ മുഖങ്ങളാണ് ഓർമ്മ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി തന്നത് ഓരോ മഹ്റജും സിഫാത്തും എങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളത് പറയാനേ പറ്റില്ല. എത്രയോ ഒരു സന്തോഷം അവർക്ക് വേണ്ടി ഇനിയും ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ അക്കാഡമിക്ക് വേണ്ടിയിട്ടും ഈ ഇതിൽ മറക്കാനേ പറ്റില്ല. അത്രയും ഒരു സന്തോഷം ഉണ്ട്. എന്ന് വെച്ചാൽ ഖുർആൻ ഞങ്ങൾ എത്ര സ്നേഹിക്കുന്നോ ആ സ്നേഹം അതിനനുസരിച്ച് അതിന് ഹക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത് ഈ ഒരു അക്കാഡമിന്ന് ഇതുപോലൊരു സ്ഥാപനം, ഇതുപോലത്തെ ടീച്ചേഴ്സ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാൻ, ഇതിന്റെ മുഴുവൻ എസൻസോടെ കൊടുക്കാൻ പറ്റുന്നത് വേറെ എവിടെ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയതാണ് എനിക്ക് കിട്ടിയത്. അപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലാതെ എത്രയും കാലമാണെങ്കിലും 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്കേ കിട്ടുന്നത്. ഞാൻ അതിനും അപ്പൊ തുടങ്ങിയ തേടലാണ് തജ്വീദ് പറഞ്ഞ സംഗതി എങ്ങനെ പഠിക്കാൻ പറ്റുകയെന്ന്. അള്ളാഹ് കൊടുത്ത ആ ഒരു അനുഗ്രഹം അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അത് നിങ്ങൾ മൂല്യമായിട്ട് കിട്ടിയ കാരണം കൊണ്ട് അത് അത്രയും നിങ്ങൾക്ക് അതിനുള്ള നന്മ എന്തായാലും ആഖിറത്തിലും
പിന്നെ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് അത് ഉണ്ടാവും. പിന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആരെങ്കിലും ഇതിൽ ലൈനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ബാക്കിലുള്ള കുട്ടികളാണെങ്കിലും ശരി, ഒന്നും അറിയാത്തവരാണെങ്കിലും ശരി, അവരെ കൊണ്ടുവരാൻ ഇവിടുത്തെ ഈ അക്കാഡമിയിലത്തെ നൂറ മാം, ഷാഹിന മാം, പിന്നെ നിങ്ങൾ തന്ന ടീച്ചേഴ്സ് ഭയങ്കര ബ്രില്യന്റ് ടീച്ചേഴ്സ് ആണ്. എല്ലാവരുടെ ഇതിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ മാം പറയാനേ പറ്റില്ല, അത്രയ്ക്ക് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഷാഹിന മാമിന്റെ ക്ലാസ് ഒക്കെ ഇനിയും മറക്കാനേ പറ്റില്ല. അത്രയും സന്തോഷമുണ്ട്, അത്രയും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഖുർആൻ എടുക്കുമ്പോ ഇപ്പൊ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു സന്തോഷം എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ കലാമ് നമുക്ക് അതിന്റെ ഇതോടെ മനസ്സിലാക്കി തന്ന നിങ്ങൾക്ക് അള്ളാഹ് ദുനിയാവിലും ആഖിറത്തിലും അതിനുള്ള നന്മ നൽകണം. നാളെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മൾ ഈ ഖുർആനിന്റെ അസ്ഹാബുകളായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റട്ടെ എന്നുള്ളത് എൻ്റെ ഒരു ദുആ. അള്ളാഹ് തൗഫീക്ക് ചെയ്യട്ടെ. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാം. ആമീൻ. ജസാക്കില്ലാഹ് ഖൈർ. ബറകല്ലാഹു ഫീക്കി. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ മദ്രസയിലാണ് പഠിച്ചത്. മദ്രസ വിദ്യാഭ്യാസം തീരെ കുറവായിരുന്നു. തജ്വീദ് ഒന്നും ഒട്ടും പഠിക്കാൻ പറ്റിയില്ല. അത്യാവശ്യം ഖുർആൻ ഓതാൻ മാത്രമേ അറിയുള്ളായിരുന്നു. അങ്ങനെ ഖുർആൻ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുമ്പോഴായിരുന്നു, ഇനി ഇത്രയും പ്രായമായപ്പോൾ ഇനിയിപ്പോ എവിടെ പോയി പഠിക്കാനാണ്, ഇനി ഒരു മദ്രസയിൽ ചേർന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് നൂറുൽ ഖുർആൻ അക്കാദമിയെ കുറിച്ച് കേട്ടത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോഴും അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഡെയിലി ഓതാനുള്ളത് ഓതി കേൾപ്പിക്കണം, ഒരു ദിവസം പോലും മുടങ്ങാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കേട്ടപ്പം എനിക്ക് മടി തോന്നിയായിരുന്നു. എങ്കിലും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ജോയിൻ ചെയ്ത് നോക്കിയതാണ്. വീട്ടിലെ ജോലികളെല്ലാ തിരക്കുകൾക്കിടയിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പഠിക്കാനും അത്ര വലിയ മിടുക്കിയൊന്നുമല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അൽഹംദുലില്ലാ, എനിക്ക് ഈ നൂറുൽ ഖുർആൻ അക്കാദമിയിൽ വന്നപ്പോൾ എനിക്ക് എല്ലാ ക്ലാസ്സും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ചില സന്ദർഭങ്ങളിൽ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ മുടങ്ങിയപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആ ക്ലാസ്സിൽ കയറാൻ സാധിച്ചു. എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടായിട്ട് നിന്നവരാണ്. പിന്നെ ചില ദിവസങ്ങളിൽ റെക്കോർഡിംഗ് ക്ലാസ്സുകളും കേൾക്കാനൊക്കെ പറ്റി. എന്തായാലും അൽഹംദുലില്ലാ, എനിക്ക് എല്ലാ ക്ലാസ്സും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ മുഷാവറ, ആദ്യത്തെ ദിവസം മുഷാവറയിൽ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹദീസും അതിന്റെ അർത്ഥവും ഒന്ന് പറഞ്ഞു നോക്കി. അന്നൊരു പേടിയോടെയായിരുന്നു പറഞ്ഞു നോക്കിയത്. പിന്നീടുള്ള മുഷാവറകളൊക്കെ എനിക്ക് ഞാൻ ഇങ്ങനെ മുഷാവറ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് പിന്നെ അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പിന്നെ നമ്മുടെ കൊല്ലത്ത് വെച്ച് നടത്തിയ ആ പ്രോഗ്രാമും ഒരുപാട് സന്തോഷമായി. അവിടെ വെച്ച് നൂറ മാമിനെയും ഷാഹിന മാമിനെയും ഒക്കെ അടുത്ത് വരാനും സംസാരിക്കാനും പറ്റിയില്ല, എങ്കിലും കാണാൻ സാധിച്ചു. പിന്നെ നമ്മുടെ അക്കാദമിയിലുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ കാണാൻ സാധിച്ചു, ക്ലാസ് ടീച്ചറിനെ കാണാൻ സാധിച്ചു. അതൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയ കാര്യങ്ങളാണ്. പിന്നെ റംസാനിലെ ഖുർആൻ ഹത്തം പൂർത്തിയാക്കാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്കും രണ്ട് സൂറത്തുകൾ തെറ്റില്ലാതെ ഓതാനും അതും സാധിച്ചു. തെറ്റ് വരുന്നുണ്ടായിരുന്നു, ടീച്ചേഴ്സ് തിരുത്തി തന്നു. അപ്പം അതൊക്കെ ഒരുപാട് നല്ലതായിരുന്നു അതൊക്കെ. അതുകൊണ്ട് ഈ വർഷം ഖുർആൻ ഓതാൻ തന്നെ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു 30 പേജ് വെച്ചൊന്നും തീർത്തിട്ടേ ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദിവസം ഇരുന്ന് 30 പേജൊക്കെ ഓതി തീർക്കുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുകൊണ്ട് എനിക്ക് ഒരു ഹത്തം പെട്ടെന്ന് തീർക്കാനും സാധിച്ചു. അൽഹംദുലില്ലാ, ഇത്രയും സഹായങ്ങളും ഒക്കെ ചെയ്തു തന്ന, ഖുർആൻ പഠിക്കാനും ഖുർആൻ ഓതാനും ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്ന നൂറ മാമിനെയും ഷാഹിന മാമിനെയും പിന്നെ എല്ലാ ക്ലാസ് ടീച്ചേഴ്സിനെയും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഞങ്ങൾക്കും അറിയാം. ഷാഹിന മാമൊക്കെ ഒരുപാട് വിഷമത്തോടെ, ഒരുപാട് ഇരിക്കാൻ പറ്റാതെ ഇങ്ങനെ നിന്നുകൊണ്ട് ക്ലാസ് എടുത്ത സന്ദർഭം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കും, കുറച്ചു നേരം നിൽക്കും, അങ്ങനെ നിന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ക്ലാസ് മുടക്കിയില്ല. പിന്നെ ഷാഹിന മാമിന്റെ പേരിൽ ആരൊക്കെ പരാതി പറഞ്ഞെന്നും പറഞ്ഞ് ഷാഹിന മാം ഒരുപാട് വിഷമം പറഞ്ഞു. അപ്പൊ അത് ഞങ്ങളുടെയും കൂടി വിഷമമായി. ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ടായിരുന്നു ആ സന്ദർഭത്തിലൊക്കെ. അപ്പം എല്ലാ വിഷമങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ക്ലാസ് എടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ.
ആമീൻ. വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നു, അധികമായി പോകുമെന്ന് വെച്ചിട്ട്. പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. എന്തെങ്കിലും 10th ബാച്ചുകാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അത് പറയണമല്ലോ എന്ന് വെച്ചിട്ട്. അൽഹംദുലില്ലാഹ്, ശരിക്കും എൻ്റെ ജീവിതത്തിലൊരു സൗഭാഗ്യമാണ് ഈ നൂറുൽ ഖുർആൻ അക്കാദമിയിൽ ചേരാൻ പറ്റിയത്. 62 വയസ്സായി എനിക്ക്. ചേരുമ്പോ ഒരു സംശയമൊക്കെ, ഖുർആൻ പഠിക്കണം മീൻസ് തഫ്സീർ പഠിക്കണ്ടായിരുന്നു. പക്ഷെ തജ്വീദ് 0 ആയിരുന്നു, ബിഗ് 0 എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഇതിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഒരു ലിങ്ക് കിട്ടി ഞാനത് നോക്കിയതാണ്, ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനത് ജോയിൻ ചെയ്തത്. പക്ഷെ ഒട്ടും അൽഹംദുലില്ലാ ഇതുവരെ എന്താ പറയാ, അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു എന്താ പറയാ, ഒരു വേറൊരു അക്കാഡമിക്ക് കാണാത്ത ഒരു പ്രത്യേകത, സ്പെഷ്യൽ അക്കാഡമി ആയിട്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്തു. കാരണം തിയറി ക്ലാസ് ഏറ്റവും മനോഹരമായിട്ട് എടുത്ത് അതുപോലെ തന്നെ അത് പ്രാക്ടിക്കലായിട്ട് ഉടനെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോ നമ്മളതിൽ ഒരുപാട് ഒന്നും അറിയാത്തവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യണത്. അപ്പൊ അതൊരു സ്പെഷ്യൽ എന്താ ഒരു സവിശേഷതയായിട്ട് തന്നെ എനിക്ക് ഈ അക്കാഡമിനെ കുറിച്ച് ഇനി ചേരാൻ വരുന്ന കുട്ടികളോട് പറയാനുള്ളത് അതാണ്. ഒരിക്കലും മടിക്കണ്ട, അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തേക്കാണ്, അതിലേക്ക് കടക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുതെന്ന് പറയാനാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നണത്. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത്, അതായത് ഒരു കർഷകൻ വിത്തിടുന്നതിന് മുമ്പ് നിലം ശരിക്കും ഉഴുത് പാകപ്പെടുത്തുമല്ലോ, അതുപോലെയാണ് അക്കാഡമി കുട്ടികളെ. എനിക്കത് ഭയങ്കര അതിശയായി. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാനൊരു യാത്രയിലായിരുന്നു. തിരിച്ചു വരുമ്പോ 5 ക്ലാസ് ഇൽമ് നേടേണ്ട വിദ്യാർത്ഥികള് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത്, അത് ഭയങ്കര, ആ തസ്കിയ ക്ലാസ് കേട്ട് നമ്മളൊരു പാകപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്, അതായത് നമ്മളുടെ ക്യാരക്ടർ പോലും നമുക്ക് ഇതിനോട് ചേർന്ന് ഖുർആൻ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള തസ്കിയ കോഴ്സുകള് നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തരുന്നുണ്ട്. അത് വലിയൊരു ഹൈറാണ്. പിന്നെ ഇതിലെ ടീച്ചേഴ്സിനെയും ഓർഗനൈസേഴ്സിനെയും പറയാതെ പറ്റില്ല. നമ്മുടെ ബാച്ചില് ഞാൻ ആ ഗ്രൂപ്പ് നോക്കുമ്പോ എന്തോ 600ഓളം സ്റ്റുഡൻസ് ഉണ്ട്, 74 ഡിവിഷൻസ് അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഒരിക്കലും ഒരു പ്രയാസം, ഇത്രയും സ്റ്റുഡൻസ് ഓൺലൈനായി പഠിക്കുന്ന ഒരു അക്കാഡമി എങ്ങനെ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ ഒരുപാട്, കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മള് ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോ എത്രമാത്രം എഫേർട്ട് എടുക്കാറുണ്ടെന്ന് എനിക്കറിയാം അത്. പക്ഷെ ഇതെല്ലാം വളരെ, ആസിയ മുഅല്ലിമായാലും നൂറ മാം, അതുപോലെ നമ്മുടെ ഷാഹിന മുഅല്ലിമ, ഏറ്റവും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ക്ലാസ്, നമ്മളിത് പഠിപ്പിക്കാൻ കിട്ടിയത് ഷാഹിന മുഅല്ലിമനെ ആയതുകൊണ്ടാണ്. കാരണം ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവം ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിപ്പിച്ചു തരാൻ പറ്റും എന്നുള്ള ഒരു ശരിക്കും നല്ലൊരു ടീച്ചർ, നല്ലൊരു പഠിപ്പിക്കാൻ മാത്രമല്ല അതേസമയം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ തസ്കിയ ഉണ്ടല്ലോ ഓരോ ക്ലാസ്സിൽ, അത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ശരിക്കും ചേഞ്ച് വരുത്തും. അതുപോലെ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ആ തിയറി കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് ടീച്ചർ പറഞ്ഞ പോലെ മഹ്റജ് എന്താണ്, സിഫത്ത് എന്താണ്, അഹ്കാം എന്താണ്, ഒന്നും വാക്കുകൾ പോലും സത്യം പറഞ്ഞാൽ കേട്ടില്ലാത്ത പോലെ ഇരുന്ന് ആ ഒരു ലെവലിൽ നിന്ന് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് ഓതാൻ ഇനിയും കുറെ പോണം എനിക്കറിയാം. അതെന്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് നന്നായിട്ട് ഓതണമെന്ന്. പക്ഷെ അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കണത്. ശ്രമിക്കാറുണ്ട്, പക്ഷെ പോരാന്ന് തന്നെ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അത് ക്ലാസ് ടീച്ചർ ഷംല മാം ആയിരുന്നു, തുടക്കത്തില് റസീന മാം ആയിരുന്നു. എല്ലാവരും എങ്ങനെ ഒരു നമ്മളുടെ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലാത്തതിൽ നിന്ന് ഉള്ള ഡെവലപ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. അതുപോലത്തെ ടീച്ചേഴ്സ് ആണ് ഈ അക്കാഡമിയിലുള്ളത് എന്ന് വരുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. പിന്നെ ഓരോ ഡിവിഷനിലെ ടീച്ചേഴ്സിനെ പറയുമ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഈക്വലി കോമ്പിറ്റന്റ് ആണ് ഈ ടീച്ചിങ്ങിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ എന്താണ് സ്മൂത്ത് ആയിട്ട് പോണ ഒരു അക്കാഡമി ആണ് ഇത്.
അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആരെങ്കിലും ചേരാൻ ഇതെനിക്ക് പറ്റുമോ എന്നുള്ള ഇതിൽ നിൽക്കുകയാണെങ്കിൽ എത്ര പ്രായമുള്ളവരായിക്കോട്ടെ, പ്രായമൊന്നും ഇതിനൊരു വിഷയമല്ല എന്ന് ഇപ്പൊ മനസ്സിലായി. ശരിക്കും നമുക്ക് പഠിക്കാൻ പറ്റും. അൽഹംദുലില്ലാ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും ഒരുമിച്ച് കിട്ടുന്നത് കൊണ്ട് എപ്പോഴും നമുക്കത് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറ്റിയ ഒരു ക്ലാസ് ടൈമിങ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രാത്രി നമുക്ക് തിയറി ക്ലാസ് ഉണ്ടാകും, പകല് നമുക്ക് ഞങ്ങളുടെ ബാച്ചിലാകുമ്പോ 2 പ്രാവശ്യം ടീച്ചർ എടുത്തിരുന്നു. അത് പറ്റിയില്ലെങ്കിൽ നമ്മളുടെ സൗകര്യത്തിനും ടീച്ചർ തയ്യാറായിരുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ നൂറുൽ ഖുർആൻ അക്കാദമി. കൂടാതെ നമുക്ക് പഠിക്കണത് ഒരു ഭാരമായിട്ട് തോന്നൂല. കാരണം മന്ത്ലി അസസ്മെന്റ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മന്ത്ലി അസസ്മെന്റ് ഉണ്ടാകും, മുഷാവറ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കുട്ടികൾക്ക് അതെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരവസരം ഈ അക്കാദമി തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എനിക്ക് പേരെടുത്ത് പറയാൻ അറിയില്ല. അറിയണത് നൂറ മാം, ഷാഹിന മാം, അതുപോലെ തന്നെ ആസിയ മുഅല്ലിം, അതിന്റെ പിന്നിലുള്ളത് പിന്നെ ടീച്ചേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും നമ്മൾക്കൊപ്പം ഇരുന്ന് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വരെ നമ്മൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും. അപ്പൊ അൽഹംദുലില്ലാ അത് നിങ്ങൾക്കും ഹൈറാവും എന്നാണ് എന്റെ വിശ്വാസമല്ല, അതന്നെയാണ് പ്രതീക്ഷ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.